ഒഴിവാക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്ന്, കൈവിഷം എന്ന് കളയാൻ ആവശ്യമായ ഒന്നാണ് വെറ്റില. വെറ്റില എന്ന് പറയുമ്പോൾ സാധാരണ നാം കടയിൽ നിന്ന് വാങ്ങുന്ന വെറ്റിലയല്ല. പ്രത്യേകിച്ച് ഈ വെറ്റില, ഇതിന് പിന്നെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ വെറ്റില സാധാരണയുള്ള വെറ്റിലയല്ല. ചില ആളുകൾ ഇതിന് തുളസി വെറ്റില എന്ന് പറയും. മറ്റു ചിലർ ഇതിന് നാഗവെറ്റില എന്ന് പറയും. നാഗവെറ്റില എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു, ആയുർവേദത്തിൽ നാഗവെറ്റില ചെറിയ ഒരു തരം വെറ്റിലയുണ്ട്. യഥാർത്ഥത്തിൽ നാഗവെറ്റില എന്ന് പറയുന്നത് അതാണ്. എന്നാൽ ഈ വെറ്റിലക്കും നാഗവെറ്റില എന്ന് പറയുന്നവരുണ്ട്. ഈ വെറ്റിലക്കൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ അമുസ്ലിങ്ങൾക്കിടയിൽ ഈ വെറ്റില അറിയപ്പെടുന്നത് ഗണപതി വെറ്റില എന്ന പേരിലാണ്. ഗണപതി വെറ്റില. അതിന് അവര് ചില ഐതിഹ്യങ്ങളൊക്കെ അവർ പറയാറുമുണ്ട്. ഗണപതി വെറ്റില എന്ന് അവർ പറയുന്നതിന് ചില ഐതിഹ്യങ്ങളൊക്കെ അവരിലുണ്ട്. അതെന്തോ ആവട്ടെ, അത് അവരുടെ വിശ്വാസമാണ്. ഓരോരുത്തരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുക. അതിന് മറ്റാരും അവരെ ചോദ്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരെ കൊച്ചാക്കുകയോ ചെയ്യേണ്ടതില്ല. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. എന്നാൽ തുളസി വെറ്റില എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വെറ്റില, നമ്മുടെ നാട്ടിലൊക്കെ തുളസി വെറ്റില എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വെറ്റില, ഈ വെറ്റിലക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഈ ഇതളുകൾ, ഇതിൻ്റെ ഈ ഞരമ്പുകൾ 9 എണ്ണമാണ്. 9 എണ്ണം ആണ്. ഇവിടെ നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് ചിലപ്പോൾ 3, 4, 5 ഇതായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ വെറ്റിലക്ക്, ഇതിൻ്റെ ഈ തുളസി വെറ്റിലക്ക് ഉള്ള ഒരു പ്രത്യേകത 9 എന്നുള്ളതാണ്. 9 ഞരമ്പുകൾ ഇതിനുണ്ടാകും. അതിൻ്റെ പുറമെ ഈ 9 ഞരമ്പുകൾ, വെറ്റിലയുടെ 9 ഞരമ്പുകൾ, അത് സൂചിപ്പിക്കുന്നത് ഫലക്കുകളെ സംബന്ധിച്ചാണ് എന്ന് അസ്മാ പണ്ഡിതന്മാര്, ഹുക്കമാ പരിചയപ്പെടുത്തുന്നുണ്ട്. പണ്ഡിതന്മാരായ ആളുകൾ ഈ വെറ്റിലയിലുള്ള 9 ഞരമ്പുകൾക്ക് 9 ഫലക്കുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 9 ഫലക്കുകളുമായി ബന്ധപ്പെട്ട ഒരു വെറ്റിലയാണ് തുളസി വെറ്റില എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വെറ്റില. ഇത് നാം കൈവശംപ്പെട്ട ആളുകൾ രാവിലെ സമയത്ത് വെറും വയറ്റിൽ 7 വെറ്റില എടുത്ത് അരച്ചു അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അവർക്ക് കൈവശംപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങൾക്കും രക്ഷ ലഭിക്കുന്നതാണ്. അതോടുകൂടെ ഈ 7 വെറ്റില എടുത്ത് അരച്ചു വെള്ളത്തിൽ കലക്കി, പച്ചവെള്ളത്തിൽ കലക്കി, ആ വെള്ളത്തിൽ നാം സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും 33 വീതം ഓതി മന്ത്രിച്ചു നാം കുടിക്കുക. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായി കുടിച്ചാൽ നമുക്ക് കൈവശം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ്. പിന്നെ മറ്റൊന്ന്, കിയാർ നെല്ലി അരച്ചു കുടിച്ചാലും കൈവിഷം അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാകും.
അതുപോലെ മറ്റു പല രീതികളുമുണ്ട്. ഏതായാലും ഏതു രീതി നാം സ്വീകരിക്കുകയാണെങ്കിലും നിഷ്പ്രയാസം ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അകപ്പെട്ട ഈ കൈവിഷം, അതായത് നേരത്തെ പറഞ്ഞതുപോലെ കൈവിഷം അല്ല, കൈ വശത്താക്കാൻ വേണ്ടി നൽകിയ ആ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ കഴിയും. അതിൻ്റെ പേരിൽ പലരും വഞ്ചിക്കപ്പെടുന്നു എന്നത് നാം തിരിച്ചറിയണം. അത്തരം ചൂഷകന്മാരായ ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ രീതിയിൽ അസ്മാവ് ചികിത്സകൾ നടത്തുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും ചെയ്യുന്ന ആളുകളെ സമീപിച്ചു നമ്മുടെ പ്രശ്നങ്ങൾക്ക് നാം പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമാറാവട്ടെ. കൈവിഷം പോലത്തെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. കൈവിഷം എന്നത് സിഹിറിൻ്റെ മറ്റൊരു ഭാഗമാണെന്ന് മഹാന്മാരായ ഹുക്കമാർ പഠിപ്പിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഏത് വിധത്തിലുള്ള സിഹിറുകളാണെങ്കിലും കണ്ണേറുകളാണെങ്കിലും മറ്റ് ഏത് വിധത്തിലുള്ള ശത്രുവിൻ്റെ ഉപദ്രവങ്ങളാണെങ്കിലും അതൊക്കെ അല്ലാഹു തആല പൂർണ്ണമായും അത്തരം ഷെറുകളിൽ നിന്ന് നമ്മെ കാക്കുകയും സംരക്ഷിക്കുകയും അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ മോചനം നൽകുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു സമയത്ത് കാണാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.